ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെങ്ങനെയാ തോറ്റത്? സ്വരാജ് പറഞ്ഞു ചില കാര്യങ്ങൾ. എന്താണ് ആ കാര്യം? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, SIR ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് സഖാബ് പിണറായി വിജയനാണ് എന്നാരൊക്കെയാ പ്രസംഗിക്കുന്നത്? ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിക്കാരനും. സ്വരാജ് പറഞ്ഞു, ഞാനത് ആവർത്തിക്കാനുള്ള കാരണം എന്താ അറിയും? ഇല്ല എന്ന് ഏതെങ്കിലും ലീഗുകാരനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ പറയും? ഇത് കേട്ടു നോക്കി. ആര് ജയിച്ചാലാണ് നമ്മൾ ഇവിടുത്തെ പാകിസ്ഥാനിക്ക് പോകേണ്ടി വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഭയാശങ്കയോടുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇത് വീഡിയോ ആണ്, ഞാനിവിടെ കൊടുത്തിട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചാൽ നിങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്, അതിന്റെ സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അരീക്കോടിനടുത്ത് തെരുവിൽ വെച്ച് ലീഗിന്റെ പ്രവർത്തകൻ പ്രസംഗിക്കുക. വേറെ കുറെ വീഡിയോ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വീട്ടിൽ പോയിട്ട് അസ്സലാമലൈക്കും വലൈക്കും മുസ്സലാം വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ വരെ ഓതി മുസ്ലിം കുടുംബങ്ങളിൽ ഇതിന്റെ മറ്റൊരു രൂപം. ഇവിടെ പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും, ലൈഫ് കിട്ടിയിട്ടുണ്ടാവും, അതിലൊന്നും വീണ് പോരുത്. ഇതൊക്കെ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ഈ പിണറായി വീണ്ടും അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷം ഈ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ജമാഅത്തെ താൻ പറഞ്ഞിട്ടില്ലേ? ലീഗ് പറഞ്ഞിട്ടില്ലേ? ഇല്ല എന്ന് നിഷേധിക്കോ? വെല്ലുവിളിക്കാൻ നേരിട്ടുള്ള സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ പലവട്ടം നവമാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതാ. ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള മാന്യത മുസ്ലിം ലീഗിന്റെ നേതാവ് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ കാണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. നിങ്ങൾ ആ വിഷയം കേട്ട ഭാവം നടിച്ചില്ല. നിങ്ങൾ നോക്ക്, പാകിസ്ഥാനിലേക്ക് പോകണം. 1947 ആഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒറ്റ രാജ്യം. 47 ആഗസ്റ്റ് 15 ഇന്ത്യ വിഭജിക്കപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ പറയുന്നു, അപ്പുറവും ഇപ്പുറവും ഇന്ത്യ. വിഭജിക്കുമ്പോ ഈ റോഡിനപ്പുറമുള്ളത് പാകിസ്ഥാൻ, ഇപ്പുറമുള്ളത് ഇന്ത്യ. ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അവിടെ കുടുങ്ങിപ്പോയി. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് വെറ്റില കച്ചവടത്തിനും ചായ കച്ചവടത്തിനും ബിസിനസിനും പോയവർ ഇസ്ലാമാബാദിലുണ്ടായിരുന്നു, ധാക്കയിലുണ്ടായിരുന്നു, കറാച്ചിയിലുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ ഒരുപാട് പ്രദേശത്തുണ്ടായിരുന്നു. 2 രാജ്യങ്ങളായി അതിര് തിരിക്കപ്പെട്ടപ്പോ അവരവിടെ ഒറ്റപ്പെട്ടു പോയി, അവരവിടെ പെട്ടുപോയി. അവന്റെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും ഈ നാട്ടില്, അവന്റെ കെട്ടിയോളും കുട്ടികളും ഈ നാട്ടില്, എല്ലാം ഈ നാട്ടില്. രണ്ടും കൽപ്പിച്ച് അതിർത്തിയുടെ ആരെയും കാണാതെ കണ്ണു വെട്ടിച്ച് ഈ മലപ്പുറം ജില്ലയിലടക്കം എത്ര മനുഷ്യര് വീടുകളിൽ വന്ന് പൊട്ടിക്കരഞ്ഞു ഇല്ലേ? പക്ഷെ അവര് വീടുകളിലെത്തി, ആഴ്ചകൾക്കകം പോലീസ് എത്തി. എന്താ കാരണം? പാകിസ്ഥാൻ പൗരൻ വന്നിട്ടുണ്ട്. ആ പാകിസ്ഥാൻ പൗരനെ പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെ വൈകാരികമായ രംഗം പരദേശി എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മയ്യത്ത് കൊണ്ടുപോകുന്നവരെ ആ മനുഷ്യരെ കൊണ്ടുപോകുന്നത് എന്താ കാരണം? അവസാനത്തെ യാത്രയാണ്, ജീവനോടെ അവസാനത്തെ യാത്ര. തന്റെ മക്കളെ, തന്റെ മാതാപിതാക്കളെ, തന്റെ പ്രിയപ്പെട്ടവരെ ഇനി ജീവിതത്തിൽ കാണുന്ന പ്രശ്നമില്ല, നാട് കാണില്ല, ഒന്നും കാണില്ല. പിടിച്ചു കൊണ്ടുപോയി പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് തള്ളിവിടുമ്പോ അവന് പാകിസ്ഥാന്റെ പാസ്പോർട്ട് ഇല്ല. അപ്പോ ഒന്നുകിൽ പാകിസ്ഥാന്റെ പട്ടാളം വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഈ മലപ്പുറം ജില്ലയില് അത് അനുഭവിച്ച എത്ര ഗതികെട്ട മനുഷ്യരുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നിങ്ങളെ തന്നെ തുടർച്ചയായി മഞ്ചേരിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചോ? ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. എന്നാൽ ഒരു മനുഷ്യൻ സംസാരിച്ചു. അയാളുടെ പേരെന്താണ്? എ വിജയരാഘവൻ. ഈ പാകിസ്ഥാനി പൗരത്വത്തെ കുറിച്ച്, ഈ വിഷയത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചു എന്നല്ല, സംസാരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ വരുന്നവർക്ക് വരാനും താമസിക്കാനും ഇത്തിരി കാലം കഴിയാനും തിരിച്ചു പോകാനും ഒക്കെയുള്ള ചില സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അന്ന് വിജയരാഘവനെ RSSകാർ വിളിച്ചത് എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിക്കാരന്. ഈ വിജയരാഘവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ 1ാം റാങ്കോടെ പാസ്സായവനാണ്. അവൻ ഇസ്ലാമിക ചരിത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് വിജയരാഘവൻ മുസ്ലിം മത തീവ്രവാദിയാണ് എന്ന് RSS വിളിച്ചത്. ഇവിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചപ്പോ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച കാര്യമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അതിൽ തെറ്റിദ്ധരിച്ച് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തു. പിന്നീട് അനുഭവം നമുക്ക് വിശദീകരിക്കാം. അന്ന് വിജയരാഘവൻ പറഞ്ഞു, SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും അടക്കം വർഗീയത പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ വർഗീയതയുടെ കൂടി ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ളത്, പ്രിയങ്ക ജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞു വോട്ട് ചെയ്ത മുസ്ലിങ്ങളെ മുഴുവൻ വിജയരാഘവൻ വർഗീയവാദിയാക്കി. വരികൾക്കിടയിലൂടെ വായിച്ചു. ഞാൻ ഓർത്തു പോവാ, മഹാഭാരത യുദ്ധത്തിൽ ഭീമപുത്രനായ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടു. കാട്ടാള സ്ത്രീയിലുണ്ടായ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടപ്പോ ഭീമന് വലിയ ദുഃഖമുണ്ടായി. ഭീമൻ ഇങ്ങനെ കുണ്ഠിതപ്പെട്ടിരിക്കുക. ഇപ്പൊ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുണ്ഠിതപ്പെടാതടോ ഭീമ. പറഞ്ഞൊന്ന് നിർത്തി പറഞ്ഞു നോക്കി, മഹാവൃത്തികേടായിരിക്കും. എന്നതുപോലെ വിജയരാഘവൻ പറഞ്ഞതിന്റെ ഇടയിലൂടെ കയറിയിട്ട് അതിനെ വളച്ചൊടിച്ച് പറയുന്ന സംസ്കാരം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു ഇല്ലേ? SIR ഈ നാട്ടിൽ മുഴുവൻ നടന്ന് കള്ളപ്രചരണം നടത്തി. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അത് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ, മറ്റൊന്നുകൂടി മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിന് തൊട്ടു മുമ്പ്. എന്താണ്? പാലത്തായിലെ പെൺകുട്ടി, കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത പാലത്തായിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഒരു BJP കാരനാണ്. ആ കാലം മുതൽ ഈ നാട്ടിൽ ജമാഅത്തുൽ ലീഗും പ്രചരിപ്പിക്കുന്നത് എന്താണ്? BJP കാരനായ അധ്യാപകനെതിരെയല്ല, അതിൽ സർക്കാരിന്റെ പോലീസ് പോരാ, സർക്കാർ അയഞ്ഞ നിലപാടാണ്. ആ മാഷിക്ക് വേണ്ടിയിട്ട് BJP കാരന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാണ്. ഇല്ല എന്ന് 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞു, തെളിവ് സഹിതം ഈ നാട്ടില്. എന്നാൽ പാലത്തായി പെൺകുട്ടിയുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഈ നാട്ടിൽ ഇടതുപക്ഷമെന്ന് പ്രചരിപ്പിച്ചു. ആ കേസിന്റെ വിധി വന്നു അടുത്ത കാലം. ആ RSSകാരനായ BJP കാരനായ അധ്യാപകൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പോഴും കുറ്റം പറച്ചിൽ നിർത്തിയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, എന്നെ കേൾക്കുന്ന ജമാഅത്തുകാരാ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്ന്യന്നൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു കയറിയപ്പോ ആ ജയിച്ച പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് ഞാനാ. ആ ഉദ്ഘാടന പരിപാടിയിൽ ഒരു മനുഷ്യനെ ഞാൻ ആരാർപ്പണം നടത്തി. അയാളുടെ പേരെന്താ അറിയോ? സഖാവ് ബൈജു. ആരാ ബൈജു എന്നറിയോ നിങ്ങൾക്ക്? ഈ പ്രസംഗത്തിലൂടെ അവിടെ കേൾക്കുന്നുണ്ടോ? ഇത് ആരായി ബൈജു? ഈ പാലത്തായി പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. തെരഞ്ഞെടുപ്പിൽ ബൈജു ജയിച്ചു വന്നപ്പോ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ പാലത്തായിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കള് ആഹ്ലാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ബൈജുവിനെ ആരാർപ്പണം ചെയ്തു. ആ നാട്ടില് അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് നാട്ടിൽ പറയാണ്, പാലത്തായി പെൺകുട്ടിക്ക് നീതി കിട്ടാൻ പോരാടിയില്ല സ്വന്തം മാതാപിതാക്കളെ ജയിച്ചു കയറി വന്ന ബൈജുവിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. മനസ്സിലായി നിങ്ങൾ? അതുപോലെ അക്കാലത്ത് വന്ന മറ്റൊരു മഹാനുണയുണ്ട്, റിയാസ് മൗലവി വധക്കേസ്. കാസർകോട്ടെ റിയാസ് മൗലവി കൊല്ലപ്പെട്ടു. പള്ളിയിൽ വെച്ചിട്ടാണ് അയാളെ കൊന്നത്. RSSകാരാണ്. കൊന്ന 3 RSSകാരെയും 3ാമത്തെ ദിവസം LDF ഗവൺമെന്റിന്റെ പോലീസ് പിടികൂടി. കേസ് കോടതിയിൽ വന്നു. കോടതി പ്രതികളെ വെറുതെ വിട്ടു. എന്തായിരുന്നു ഈ നാട്ടിൽ ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രചരണം കണ്ടോ? പിണറായി ഭരിക്കുമ്പോ റിയാസ് മൗലവിയെ പള്ളി കയറി കൊന്ന RSSകാരെ വെറുതെ വിട്ടു. സാമാന്യ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിക്കണ്ടേ? ആ കോടതിയുടെ ജഡ്ജി പിണറായി ആണോ? അല്ല. സമാനമായൊരു കേസുണ്ടല്ലോ നമ്മുടെ നാട്ടില്. സഖാവ് ഭാസ്കരേട്ടന്റെ മകൻ ഷിബിൻ നാദാപുരം, മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൂട്ടം മഴുകൊണ്ട് വെട്ടി നുറുക്കി നെഞ്ചു പിളർത്തി 2 കഷ്ണമാക്കി കൊന്നു ഷിബിനെ. ആ ഷിബിൻ വധക്കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ആരാ കേരളത്തിലെ മുഖ്യമന്ത്രി? അപ്പോ പിണറായി. എന്തേ നിങ്ങളെ പറയാഞ്ഞ്? ഷിബിൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോഴും ഈ നാട് ഭരിക്കുന്നത് പിണറായി ആണ് എന്നെന്തേ നിങ്ങളെ പറയാതെ പോയി? ഗവൺമെന്റ് അപ്പീൽ പോയി.
ഷിബിൻ വധക്കേസിലെ പ്രതികളെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. അതിലെ ഒന്നാം പ്രതിയെ ഇപ്പോഴും ദുബായിൽ ഗൾഫില് KMCC സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം ഷിബിന് നീതി കിട്ടി. കഴിഞ്ഞ വർഷം ജനുവരി 22-ന് രക്തസാക്ഷി ദിനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ റിയാസ് മൗലവി വധക്കേസിൽ ഗവൺമെന്റ് അപ്പീലിന് പോയിട്ടുണ്ട്. അപ്പീൽ കോടതിയിൽ വിധി വരട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് മൗലവി കൊല്ലപ്പെട്ട് 3-ാമത്തെ ദിവസം ജയിലിനകത്തായ റിമാൻഡ് തടവുകാരായി കയറിയ പ്രതികള് പുറം ലോകം കണ്ടത് എപ്പോഴാ അറിയോ? ഈ കോടതി വിധി വന്നപ്പോ. അപ്പോഴേക്കും എത്ര കാലമായി എന്നറിയോ? 7 കൊല്ലവും 7 ദിവസവും. മഹാമാരി കേരളത്തിൽ പടർന്നു പിടിച്ചപ്പോ ഈ നാട്ടിലെ ജയിൽ തടവുകാർക്ക്, ശിക്ഷിക്കപ്പെട്ട എല്ലാവർക്കും നിയമാനുസൃതം 1 കൊല്ലവും 2 കൊല്ലവും കഴിഞ്ഞാൽ നിശ്ചിത ദിവസങ്ങളിൽ 10ഓ 12ഓ ദിവസം പരോള് കിട്ടും. ഇവിടെയൊക്കെ ഉണ്ടാവില്ല ആളുകൾ അങ്ങനെ പല കേസിലും പെട്ടവർ, കൊലപാതക കേസിലടക്കപ്പെട്ടവർ. മഹാമാരിയുടെ കാലത്ത് കൊടും ക്രിമിനലുകൾ ഒഴിച്ച്, ഗോവിന്ദച്ചാമിയെ പോലെയുള്ളവരെ ഒഴിച്ച് തുറന്ന ജയിലിലും മറ്റു ജയിലിലും ഒക്കെയുള്ള പ്രതികളെ 1-2 മാസം പരോളിൽ വിട്ടു. എന്താ കാരണം? ജയിലിൽ രോഗം പടരാതിരിക്കാൻ. ആ കാലത്ത് പോലും റിയാസ് മൗലവി വധക്കേസിലെ ഒരു പ്രതിക്കും 1 സെക്കൻഡ് പോലും പരോൾ കിട്ടിയില്ല. ആ പ്രതികളെ 7 കൊല്ലവും 7 ദിവസവും ജയിലിനകത്തിട്ടത് കേരളത്തിന്റെ പോലീസാണ്. ആ പോലീസിന്റെ വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയനാണ്. അറിയാം? എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയിൽ കയറിയാൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് മതം ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാര് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സമർത്ഥിക്കുന്നവർ. സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയാ. 1925-ലാണ് ഇന്ത്യയിൽ RSS രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് താസ്കന്റിലാണ്. 1920-ൽ റഷ്യയിലെ താസ്കന്റിൽ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് RSS ഉണ്ടാകുമ്പോ 5 വയസ്സാവുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ 1 ലക്ഷം ആളുകൾ പോലും ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുണ്ടാവില്ല. എന്നാൽ RSS മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചത് ആരെയാണ്? 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഹിന്ദുരാഷ്ട്രം, ഒരു മതത്തിന്റെ പേരിൽ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നവന് സ്വാഭാവികമായി ഇതര മതക്കാർ ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് ഹിന്ദു മതരാഷ്ട്രവാദികൾക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളായി. പക്ഷേ എന്തേ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളായി? 1 ലക്ഷം പോലും എണ്ണമില്ലാത്ത. അതിന്റെ കാരണം മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ലോക ചരിത്രത്തിൽ നെഞ്ചുവിരിച്ച് കാവൽ നിന്നിട്ടുള്ളത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ശത്രുവായത്. ജമാഅത്തെ ഇസ്ലാമിക്കാരനറിയോ? 10ഓ 12ഓ കൊല്ലം മുമ്പ് ഡൽഹിയിൽ വെച്ച് നടന്ന ലോക ഹിന്ദു മഹാസമ്മേളനത്തിൽ RSS ശത്രുതാ പട്ടികയുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് തിരുത്തി. അവര് പറഞ്ഞു, എം എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. 1-ാമത്തെ ശത്രു എം മാർക്സിസ്റ്റുകൾ, 2-ാമത്തെ ശത്രു എം മുസ്ലിങ്ങൾ, 3-ാമത്തെ ശത്രു എം മെഷീനറീസ്, ക്രിസ്ത്യൻ മെഷീനറിമാര്, പിന്നെ മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ എന്നൊക്കെ പോയി. എന്റെ 1-ാം ശത്രു മുസ്ലിം എന്നുള്ളത് മാറ്റി മാർക്സിസ്റ്റുകൾ എന്നാക്കി. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ അവർക്ക് മനസ്സിലായി, മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ഞങ്ങളാണുള്ളത്. ഇല്ലേ? വിശദീകരണത്തിലേക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കൊക്കെ നാവും തുമ്പത്തുണ്ടാവും ആ പാട്ട്, ഇല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനമൊന്നുമല്ല ഏർ ചെയ്ത്, ഈ നാട് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചല്ല ഏർ ചെയ്ത്. ശബരിമലയിലെ പോറ്റിയെ കേറ്റിയതാരപ്പ കമ്മ്യൂണിസ്റ്റുകാരാണ് അയ്യപ്പ. നിങ്ങൾ നോക്ക്, അങ്ങ് പാർലമെന്റിൽ ഒരു നിയമം തിരുത്തി നരേന്ദ്രമോദി. ഏതാണ് ആ നിയമം? നമ്മുടെ നാട്ടിലെ മറ്റേ തൊഴിലാളികളുണ്ടല്ലോ, NREG തൊഴിലാളികൾ, തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ലിപ്പായി പോയ തൊഴിലുറപ്പ് പദ്ധതി ആരാ കൊണ്ടുവന്നത്? ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 MP-മാർ, 18 MP-മാർ. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് 64 MP-മാർ. ഇന്ത്യ ഭരിക്കാൻ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല. ആര് ഭരിക്കണമെന്ന് ഇടതുപക്ഷം തീരുമാനിക്കണം, ഇല്ലേ? എന്തൊക്കെയാ വെച്ച് നീട്ടിയത്? ഇടതുപക്ഷത്തോട് അന്ന് കോൺഗ്രസ് പറഞ്ഞു 18 മന്ത്രിസ്ഥാനം, ഒരു ഉപപ്രധാനമന്ത്രി സ്ഥാനം.
പാർട്ടി പറഞ്ഞു ഞങ്ങളില്ല. ലീഗ് പറയല്ലോ ഈ അഹമ്മദ് കേന്ദ്രമന്ത്രി എന്ന്. ഈ അഹമ്മദ് സാഹിബിനെ ഒറ്റ MP ആയിരുന്ന ഈ അമ്മേന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു. 64 MP-മാരുള്ള ഇടതുപക്ഷം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകളുടെ ഭാഗമായി കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശം, വനാവകാശം, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ലീഗ് നിങ്ങൾ കണ്ടോ? ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേരെടുത്തു മാറ്റി അതിന്റെ എണ്ണങ്ങൾ വെട്ടിക്കുറച്ചു. അതിനെ ഞെക്കിക്കൊല്ലാനുള്ള പുതിയ ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്നു. ഗാന്ധിയുടെ പേര് മാറ്റിയപ്പോ ഗാന്ധിയുടെ പേരക്കുട്ടി എന്ന് അവകാശപ്പെടുന്ന, അത് നമുക്ക് പിന്നെ പറയാം ആ പേരക്കുട്ടി എങ്ങനെ വന്നത്. ഗാന്ധിയുടെ പേരക്കുട്ടി എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? കോൺഗ്രസ് ലീഗ് ഇറ്റലിയിൽ ബുള്ളറ്റ് ഓടിക്ക, കാർ ഓടിക്ക. ആ നിയമം പാസാക്കിയ ദിവസം വൈകുന്നേരം ആഘോഷിച്ചു BJP. ചായ സൽക്കാരത്തിൽ പങ്കെടുത്താരാണ്? നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി പ്രിയങ്ക. മഹാത്മാഗാന്ധിന്റെ പേര് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റിയ ദിവസം അത്ഭുതമില്ല. അധികം വൈകാതെ നമ്മുടെ കയ്യിലുള്ള നോട്ടുകളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറാൻ പോവുക. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന നാഥുറാം വിനായക് ഗോഡ്സെക്ക് ആശയമായുധമായി കൊടുത്ത സവർക്കറുടെ ചിത്രം ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പില് പുറത്തിറക്കിയതാരാ? BJP-യുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ദിരാഗാന്ധി. നിഷേധിക്കോ കോൺഗ്രസ്? എന്തിനായിരുന്നു സ്റ്റാമ്പിൽ ആ ചിത്രം അച്ചടിച്ചത്? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവന് ആശയം കൊടുത്ത ആ സിദ്ധാന്തത്തിൽപ്പെട്ടവന് RSS-കാരന്റെ ചിത്രം ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പുകളിൽ അച്ചടിച്ചിറക്കിയവരാണ് ഇവര്. ആ പിന്തലമുറ നിൽക്കുന്ന കഥയാ ഞാൻ പറഞ്ഞത്. ഇല്ലേ? അന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുഖത്ത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ കേരളത്തിലുള്ള MP-മാര് പോറ്റിയെ കേറ്റിയെ. എന്തായി പാടണ്ട നിങ്ങൾക്ക്? പോറ്റിയെ കേറ്റിയത് ആരാ? പോറ്റിയെ കേറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ, KC വേണുഗോപാൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോ ഇതൊക്കെ വളരെ കൃത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണല്ലോ ചിത്രങ്ങൾ കഥ പറയാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ഒരു ചിത്രങ്ങളിൽ നിങ്ങൾ പറഞ്ഞു ഈ നാട്ടിലെ പ്രചരിപ്പിച്ച എന്താ? ഇതാ പിണറായി പോറ്റിയോടൊപ്പം. അടുത്ത ചിത്രം എന്താണ്? പിണറായി പോറ്റിയോട് ചെവിയിൽ സ്വകാര്യം പറയുന്നു. അതിനേക്കാളും കടന്ന് കോഴിക്കോടുള്ള സുബ്രഹ്മണ്യൻ, KPCC-യുടെ ജനറൽ സെക്രട്ടറി, നേരത്തെ AICC അംഗമായിരുന്നു എന്റെ ധാരണ. അയാൾ പോറ്റിയെ തോളിൽ കൈയിട്ട് പിണറായി സ്വകാര്യം പറയുന്ന ഫോട്ടോ വന്നു. പോലീസിൽ പരാതി വന്നു, പിടിച്ചുകൊണ്ടുപോയി സുബ്രഹ്മണ്യനെ. പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോ തത്ത പറയും പോലെ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ്, അത് AI ചിത്രമാണ്. എന്നാലും പോറ്റിയുടെ അടുത്ത് നിൽക്കുന്ന പിണറായിയുടെ ചിത്രം വന്നപ്പോ ഈ നാട് സംശയത്തിലായി. 2 ദിവസം കഴിഞ്ഞപ്പോ ആ ചിത്രം എവിടുന്ന് വന്നു എന്നുള്ള വീഡിയോ നാട്ടിൽ പുറത്തായി. കണ്ടില്ലേ നിങ്ങൾ? എന്തായിരുന്നു അത്? ശബരിമലയിലേക്ക് ഒരു ആംബുലൻസ് കൊടുക്കുകയാണ് ഭീമ ജ്വല്ലറി. പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് പലവട്ടം വിളിച്ചു പിണറായിയെ. പിണറായിക്ക് അതിനൊന്നും ഒഴിവില്ല. അദ്ദേഹം സാധാരണ അങ്ങനത്തെ ചെറിയ പരിപാടിക്കൊന്നും പോയില്ല. പക്ഷെ ഇവർക്ക് മുഖ്യമന്ത്രി എന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അവസാനം സമയം കൊടുത്തു. എങ്ങനെയാ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്ന് 3ാമത്തെ നിലയില്ല, അതിന്റെ തൊട്ടുതാഴെ നിലത്ത് കാറ് പാർക്ക് ചെയ്യുന്ന അവിടെ 10 മിനിറ്റ് സമയം. DGP രമതാ ചന്ദ്രശേഖരുണ്ട്, ADGP-മാരുണ്ട്. കേരളത്തിലെ സകല ചാനലുകളും ക്യാമറയായിട്ട് മുമ്പിലുണ്ട്. സഖാവ് പിണറായി വരുന്നു. അതിന്റെ ക്ഷണക്കത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, നമ്മുടെ കൊടുക്കുക. അതിലെവിടെയും പോറ്റിയുടെ പേരില്ല. ആ ഫംഗ്ഷനിലെ കൃത്യമായ ക്ഷണക്കത്ത് അവിടെ വെച്ച് ഭീമ ജ്വല്ലറിയുടെ പ്രതീതിയായ പെൺകുട്ടി പ്രതീകാത്മക വലിയൊരു താക്കോല് ഇങ്ങനെയാണല്ലോ അത് കൊടുക്കുന്നു. അത് പിണറായി വാങ്ങുന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് മഞ്ഞ ജുബ്ബയിട്ട് പോറ്റിയുണ്ട്. ആര് വിളിച്ചു? സർക്കാർ വിളിച്ചല്ല, ഇവരുടെ കൂടെ വന്നതാ. ആ താക്കോൽ ഏറ്റുവാങ്ങിയതിനു ശേഷം അവര് പറഞ്ഞു കൊടിയൊന്ന് വീശി യാത്രയപ്പ് നൽകണം വാഹനത്തിന്. വെള്ളക്കൊടി വീശി യാത്രയപ്പ് നൽകി. പിണറായിക്ക് സമയമില്ല, തിരിഞ്ഞു നടക്കുക സെക്രട്ടേറിയറ്റിലേക്ക്. ഇപ്പൊ ഇത് പോറ്റിയാന്ന് കൂട്ടിക്കോ. ഞാൻ ഇതിലെ ഇവരുടെ 2 പേരുടെയും നടുവിലൂടെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ. ആ തിരിഞ്ഞു നടക്കുന്ന ആ സമയത്ത് കൃത്യമായി ഫോട്ടോ എടുത്ത് ഈ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് കണ്ടോ? പോറ്റിയുടെ ചെവിയിൽ പിണറായി സ്വകാര്യം പറയുന്നു. പോറ്റിയും പിണറായിയും ഒരുമിച്ച്. ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോ അവർക്ക് ഉത്തരം മുട്ടി.
ആ സമയത്ത് മറ്റൊരു ചിത്രം ഇറങ്ങി. ഏതാണ് ചിത്രം? അങ്ങ് ഡൽഹിയിൽ ജനപഥ പത്തിൽ സോണിയാഗാന്ധിയുടെ കൈയിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു. മന്ത്രിച്ച ചരടാണോ സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണോ എന്ന് നമുക്കറിഞ്ഞൂടാ. ആര്? പോറ്റി. പിന്നെ സമ്മാന പൊതി കൊടുക്കുന്നു. പോറ്റിയുടെ കൂടെ ആരുണ്ട്? അടൂർ പ്രകാശ് ഉണ്ട്, ആന്റണി ഉണ്ട്. പത്രക്കാർ ചോദിച്ചു അടൂർ പ്രകാശിനോട്, നിങ്ങളാണല്ലേ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കയറ്റിയത്? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? ആരാ സോണിയാഗാന്ധി? രാജീവ് ഗാന്ധിയുടെ ഭാര്യ. ആരായിരുന്നു രാജീവ് ഗാന്ധി? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ ചെന്നപ്പോ രാജീവ് ഗാന്ധിയുടെ കഴുത്തിൽ മാലയണിയിച്ച ഒരു പെൺകുട്ടി, ഒരു തമിഴ് പുലി, കഴുത്തിൽ മാലയണിയിച്ച് കാൽ തൊട്ട് വന്നിക്കാൻ എന്ന രൂപത്തിൽ കുനിഞ്ഞെന്ന് മനുഷ്യ ബോംബായി പൊട്ടിച്ചിതറിയപ്പോ ചിന്ന ഭിന്നമായി പെരുമ്പത്തൂരിന്റെ മണ്ണിൽ മരിച്ചു വീണ രാജീവ് ഗാന്ധി. അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിന് ഇസഡ് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി, മാലയിടാൻ അനുമതി ചോദിച്ചു വന്ന ഒരു പെൺകുട്ടിയായി ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ആ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ആൾ എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു, എന്താണ് ഉദ്ദേശം, അത് സെക്യൂരിറ്റി ജീവനക്കാർ പരിശോധിച്ച് കൃത്യത വരുത്തി അതിനുശേഷം മാത്രമേ ജനപഥ 10-നകത്തേക്ക് ആളെ വിടൂ. ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെയുള്ള ചിത്രമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാ. ശബരിമലയിലെ എല്ലാം എന്ന് പറയുന്ന എല്ലാവരും ആരാണ്? തന്ത്രി. പഴയ ശബരിമല കാലത്ത് തന്ത്രി ചില തീരുമാനങ്ങൾ എടുത്തപ്പോ ഈ നാട്ടിലെല്ലാവരും പറഞ്ഞ എന്താണ്? ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയാണ്, പിതാവിന്റെ സ്ഥാനാണ്. പിതാവ് കട്ടയിലേക്ക് ഞാൻ വരാം. അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനാണ്. അയാളുടെ കയ്യാളായി എല്ലാമായി അവിടെ വരുന്ന എല്ലാവരെയും പരിഗണിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പോറ്റി. ആ പോറ്റിയെ ചിലപ്പോ ദേവസ്വം വകുപ്പ് മന്ത്രി കണ്ടിരിക്കാം. കാരണം ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ശബരിമലയിലാണ്. എന്നാൽ എന്ത് ബന്ധം സോണിയാഗാന്ധിക്ക് ഇതുമായി? ഈ ചോദ്യം വന്നപ്പോ അടൂർ പ്രകാശ് പറഞ്ഞാണ്ടായോ, ഞാനല്ല പോറ്റിയെ കയറ്റിയത്. പോറ്റി അവിടെ കയറിയതിന് ശേഷം എന്നെ വിളിച്ചതാ. എന്നെ വിളിച്ചു കയറ്റിയത് പോറ്റിയാണ്. എങ്ങനെയുണ്ട്? പോറ്റിയെ അടൂർ പ്രകാശ് കയറ്റിയല്ല, അടൂർ പ്രകാശിനെ പോറ്റി കയറ്റിയതാണ്. വീണ്ടും കള്ളങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു, ഉരുണ്ട് കളിക്കേണ്ടി വന്നു. അടൂർ പ്രകാശ് പിന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിക്ക് ഒരു അസുഖമുണ്ട്, അസുഖത്തിന് ചികിത്സയുണ്ട്. ആ ചികിത്സക്കൊപ്പം ശബരിമലയിൽ നിന്ന് ഒരു ചികിത്സാർത്ഥമുള്ള ഇത് കെട്ടാൻ വേണ്ടിയാ വന്നത്. ഞങ്ങൾ പറയല്ലോ. ER ഷഫീർ ആദ്യം പ്രസംഗിച്ചു, അടൂർ പ്രകാശ് പിന്നെ പ്രസംഗിച്ചു, ഇല്ലേ? അത് നിങ്ങളെ പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. പോട്ടെ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ അംഗീകരിച്ചു തന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഞങ്ങൾ ഈ പോറ്റിയെ കൊണ്ടുവരാൻ ഇങ്ങനെ രക്ഷകെട്ടണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പെർമിഷൻ വാങ്ങി കൊടുത്താണ്, അങ്ങനെ വന്നാണ്. നിങ്ങൾ എന്താ പറയാത്തത്? അതവിടെ നിൽക്കട്ടെ. പോറ്റിക്ക് ശബരിമലയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ കൂടെ ഇരുത്തനുണ്ടല്ലോ. പെരുങ്കള്ളന് കഞ്ഞി വെച്ചവൻ ഗോവർദ്ധൻ, ശബരിമലയിലെ കട്ട പൊന്ന് വിലക്ക് വാങ്ങിയ ഗോവർദ്ധൻ, അവനെന്ത് ബന്ധം ശബരിമലയായിട്ട്? അവനെങ്ങനെ സോണിയാഗാന്ധിയുടെ മുറിയിലെത്തി? ലീഗ് പറഞ്ഞാ പോരാ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയണം. നിങ്ങൾ ഈ നാട്ടില് കമ്മ്യൂണിസ്റ്റുകാരനെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, BJPയെ തോൽപ്പിക്കാൻ നെഹ്റു കുടുംബത്തിലെ പ്രിയങ്കയ്ക്കും രാഹുലിനും കഴിയും എന്ന് പ്രസംഗിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മറുപടി പറയണം. ഈ നാട്ടില് എങ്ങനെയാ ഗോവർദ്ധൻ വന്നത്? നിങ്ങൾ പറ അല്ലേ? ചികിത്സക്ക് എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം, 2-3 കൊല്ലം മുമ്പാണെന്നാ തോന്നുന്നത്, APCC പ്രസിഡന്റ് സുധാകരന്റെ ഊരവേദന എവിടേക്കാ ചികിത്സക്ക് പോയത്? ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിലേക്ക്. ജോൺസൺ മാവുങ്കൽ ആരാ? ഡോക്ടറാ? അല്ല. എന്തെങ്കിലും ചികിത്സ ഉണ്ടോ? ഇല്ല. ഉണ്ടെന്നാ പറയുന്നത്. ചെറിയ ചികിത്സ നടത്തിയത് ഇപ്പൊ ജയിലില്ല. എന്തായിരുന്നു ചികിത്സ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ജയിലിൽ കിടക്കാൻ. പക്ഷെ അവിടെ എന്തിനായിരുന്നു വിവാദം ഉണ്ടായിരുന്നത്? പുരാവസ്തു വിൽപ്പനയായിരുന്നു ജോൺസൺ മാവുങ്കലിന്റെ ജോലി. എന്റെ നാട്ടിലുള്ള ഒരു വലിയ കോടീശ്വരന്റെ 5 കോടി അടിച്ചു മാറ്റിയത്. പുരാവസ്തു സാധനങ്ങൾ കാണിച്ചു കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒറിജിനൽ ഉണ്ട്. അവിടെയാണ് KPCC പ്രസിഡന്റ് സുധാകരൻ ചികിത്സക്ക് പോയത്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു വാക്ക് ഞാൻ ഇന്നേരത്ത് ഓർത്തുക. സോണിയയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽപ്പനയാണ്, ഞങ്ങളത് കൂട്ടിച്ചേർത്ത് പറയുന്നില്ല, അങ്ങനെയും ഒന്ന് വായുവിലുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇല്ലേ, ഈ പോറ്റി വിവാദം ആദ്യം കൊണ്ടുവന്നത് ആരാ കേരളത്തിൽ? സതീശൻ. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് സതീശൻ പറഞ്ഞു, ശബരിമലയിലെ പീഠം കാണുന്നില്ല,
ആരാ സതീശനോട് പറഞ്ഞത്? സതീശൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് പോറ്റിയാണ്. ഏത് പോറ്റി? ഈ കള്ളം പോറ്റി. അപ്പൊ പിണറായി പറഞ്ഞു, ഞങ്ങൾക്കൊരു വീരമില്ല, അന്വേഷിച്ചതിന് ഉത്തരം പറയാം. ദേവസ്വം ഇന്റലിജൻസിനെ ഏൽപ്പിച്ചു അന്വേഷിക്കാൻ. ഇന്റലിജൻസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോ പീഡം കിട്ടി. എവിടുന്ന? ഓച്ചിന്റെ പങ്ങളെ വീട്ടിൽ നിന്ന് പോറ്റി കൊണ്ടുപോയച്ചതാ. ഓച്ചി ഇവിടുത്തെ പീഠം അടിച്ചു മാറ്റി പങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വന്നിട്ട് സതീശനോട് പറയാണ് പീഠം പോയി. എന്തിനാ പറഞ്ഞെന്നറിയോ? ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയം ഇല്ലേ? ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുക. ലോകത്തുള്ള എല്ലാ അയ്യപ്പന്മാരും, കൂടുതൽ അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് ആകർഷിക്കാൻ. അപ്പൊ ഇവിടെ കോൺഗ്രസും ലീഗും ജമാഅത്തുകാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അയ്യപ്പനെ സേവിക്കാൻ ഇത്ര വലിയ കാര്യം? നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ശബരിമലയിൽ പോയാലും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ പോയിട്ടൊന്ന് കാണാൻ അവിടെ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ പേരെന്താ അറിയോ? ചന്ദ്രാനന്ദൻ റോഡ്. ആരാ ചന്ദ്രാനന്ദൻ? ഞാൻ നേരത്തെ പറഞ്ഞ സമരപഥങ്ങളിൽ ഒന്ന് എണ്ണിയില്ലേ? പുന്നപ്ര വയലാർ സമരപഥങ്ങളിൽ നേരിട്ട് പോരാളിയായ VS-നൊപ്പം പടപൊരുതിയ, ക്രൂരമർദ്ദനത്തിനിരയായ, ജയിലിൽ കിടന്ന സഖാബ് ചന്ദ്രാനന്ദൻ. അയാള് ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന സമയത്ത്, പ്രസിഡന്റായ സമയത്താണ് ഏറ്റവും മനോഹരമായി ഇന്നും തകരാത്ത ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടാക്കിയത്. ഈ കേരളത്തിൽ മുമ്പ്, ഈ ശബരിമലയിൽ മുമ്പ് മലയാളികൾ, കേരളത്തിലുള്ള അയ്യപ്പന്മാര് മാത്രം വരിക. ഇവിടെ ഉള്ളവരൊക്കെ കാണിക്കപ്പെട്ടിയിൽ പൈസ ഇട്ടാൽ എത്തണ്ടാവും എനിക്കറിയാം. എന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ചില്ലറി അയച്ചാ പോവല്, മനസ്സിലായോ? എന്നാൽ അവിടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പൊ ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്നും. എങ്ങനെയാ വന്നത്? ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിന്റെ അധികാരിയായി നിൽക്കുന്ന സമയത്ത് ശബരിമലയെ കുറിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും പോയി വലിയ പ്രചരണം നടത്തി. ആയിരക്കണക്കിന് ആളുകൾ വരാൻ തുടങ്ങി, അയ്യപ്പ വിശ്വാസികളായി. അവർക്കൊരു പ്രത്യേകതയുണ്ട്, സാന്ദർഭികമായി പറയാന്ന് മാത്രം. രണ്ടാളുകൾ തമ്മിൽ അവിടെ ഒരു കച്ചവടം നടക്കുകയാണെങ്കിൽ ഒരുമിച്ച് മൂന്നാമത്തെ ഷെയറുകാരനായി അയ്യപ്പനെ സങ്കല്പിക്കും. 3 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ ഓരോ ലക്ഷം ഇവരെ വീതിച്ച് ബാക്കി 1 ലക്ഷം തെറ്റാതെ അയ്യപ്പന്റെ കാണിക്കപ്പെട്ടിയിലിടും. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നുള്ളവരാ. അപ്പൊ എന്നെ കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ ദേവസ്വം ബോർഡിനുള്ള വരുമാനമല്ലേ? ശരിയാ. പക്ഷെ ഈ നാടിന് എത്ര വരുമാനമുണ്ട്? അങ്ങ് മംഗലാപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വരുന്നവർ ഈ റോഡ് നിറഞ്ഞൊഴുകും വാഹനങ്ങളിൽ. വഴിയോരത്തെ ഹോട്ടലുകളിൽ കയറി അവർ ഭക്ഷണം കഴിക്കും, അവര് ഹലുവ വാങ്ങിക്കും, അവര് ഫ്രൂട്ട്സ് വാങ്ങിക്കും, മലര് വാങ്ങിക്കും. വലിയ കച്ചവടം ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. പമ്പുകളിൽ കയറി അവരുടെ വാഹനങ്ങൾ പെട്രോൾ അടിക്കും, ഇന്ധനം അടിക്കും. കോടികളുടെ വരുമാനം, കോടികളുടെ വരുമാനം ആ സമയത്ത് കേരളത്തിൽ ഉണ്ടാവും. വിശുദ്ധ മക്കയിൽ, മദീനയിൽ ലോകത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉംറക്കും ഹജ്ജിനും പോകുന്നു. പെട്രോളിന്റെ വരവിനൊപ്പം തന്നെ വലിയ വരവ് അവിടെ സൗദി ഗവൺമെന്റിന് ഇക്കാര്യത്തിലുണ്ട്. ഈ നാടിന്റെ വികസനത്തിൽ അയ്യപ്പന്മാരുടെ വരവ് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയകാലത്ത് പമ്പ തകർന്നു തരിപ്പണമായി. പമ്പയില്ല. ഒന്ന് പോയി നോക്ക്. കഴിഞ്ഞ സമ്മേളന കാലത്ത് കോന്നി ഏരിയ സമ്മേളനത്തിന് ഞാൻ അവിടെ പോയിരുന്നു. അന്ന് ഞാൻ നിലക്കലും പമ്പയും അടക്കം സന്ദർശിച്ച മനുഷ്യനാ. പോയ അയ്യപ്പന്മാരുണ്ടാവുമല്ലോ അവിടെ. തകർന്നു പോയ പമ്പ പുനഃസൃഷ്ടിച്ചു. നിലക്കലിലേക്ക് അത്യാധുനിക സൗകര്യമുള്ള റോഡുകൾ ഉണ്ടാക്കി, വെർച്വൽ ക്യൂ സിസ്റ്റം ഉണ്ടാക്കി. ഒരു കുഴപ്പമില്ല, തിക്കൂല്ല, തിരക്കൂല്ല, മരണമില്ല. എല്ലാവർക്കും കൃത്യമായി കാണുന്ന സംവിധാനം ഉണ്ടാക്കി. ആര്? കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിക്കുമ്പോ ശബരിമലയിൽ വന്ന മാറ്റം നോക്ക്. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം വിമാനത്താവളം വരാൻ പോവപ്പം ലോകത്തിന് അവിടെ ആളുകളെ ആകർഷിക്കണം കേരളത്തിലേക്ക്. അതിനു വേണ്ടിയിട്ടുള്ള ഇത് നടത്തുക. അപ്പൊ പറഞ്ഞ വേറൊരു വിഷയം ഉണ്ടല്ലോ. പോറ്റിയെ കയറ്റിയതല്ല, വേറൊരാളെ കയറ്റി. ആരെ? വെള്ളാപ്പള്ളിയെ. എവിടെ? പിണറായിന്റെ കാറില്. ഈ നാട് മുഴുവൻ മുസ്ലിം വീടുകളിൽ പോയി പ്രചരിപ്പിച്ചില്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരാത്താൻ? വെള്ളാപ്പള്ളിയെ കാറി കയറ്റി പിണറായി. എന്തെങ്കിലും കണ്ട കുഴപ്പം? ആഗോള അയ്യപ്പ സംഗമത്തിന് ഹിന്ദു സംഘടനകളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, NSS-നെ വിളിച്ചിട്ടുണ്ട്, SNDP-യെ വിളിച്ചിട്ടുണ്ട്, RSS-ഉം BJP-യും വഹിച്ചിട്ടുള്ള ഹിന്ദു മതവിശ്വാസികളുടെ എല്ലാ സംഘടനയും വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ആഗോള സംഗമത്തിന് വന്നിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ സഖാവ് പിണറായി അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു. അതേ ഗസ്റ്റ് ഹൗസിൽ വെള്ളാപ്പള്ളി ഉണ്ട്, വേറെ പലരും ഉണ്ട്. അവിടുന്ന് സമ്മേളന സ്ഥലത്തേക്ക് പോകാൻ 150 മീറ്റർ. ഇപ്പൊ തർക്കിക്കാൻ വരും. ഞാൻ കണ്ടു VPP മുസ്തഫ ചാനൽ ചർച്ചയിൽ പറയുമ്പോ മനോരമ ചാനൽ അയ്യപ്പദാസ് തർക്കം 150 അല്ല. ഞാൻ ബേജാറായി.
അയ്യപ്പദാസ് പറഞ്ഞ എന്താ അറിയോ, 150 മീറ്റർ അല്ല 200 മീറ്റർ, 50 അവിടെ തർക്കം. എന്നിട്ട് അവിടേക്ക് പോവുക പിണറായി. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ആ ദൂരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറ് മാത്രം, ബാക്കിയുള്ളവരൊക്കെ നടക്കണം. 150 മീറ്റർ ഉള്ളത്. 10-70 വയസ്സായ എടുത്താൽ പൊന്താത്ത ശരീരമുള്ള, ഞാൻ അങ്ങനെ കളിയാക്കി ഇനി വരരുതിട്ടും, നടക്കാൻ ഇത്തിരി പ്രയാസമല്ലേ വെള്ളാപ്പള്ളി. അയാൾക്കുണ്ട് സെക്യൂരിറ്റി ഗാർഡും ഒക്കെ വേറെ, കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ നിശ്ചയിച്ചേ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ ഈ കാറിൽ കയറ്റി, അതാ പിണറായി ചെയ്ത തെറ്റ്. 150 മീറ്റർ ആകാശം ഇടിഞ്ഞു വീണു അല്ലേ, വെള്ളക്കുപ്പി ചൂണ്ടിക്കാട്ടിയപ്പം വീണു. ആകാശം ഇടിഞ്ഞു വീണു വെള്ളാപ്പള്ളിയെ 150 മീറ്റർ കയറ്റിയന്. ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചില്ല ലീഗ് ജമാഅത്ത് ഇസ്ലാമിക്കാരങ്ങൾ. പിണറായിന്റെ കാറിൽ വെള്ളാപ്പള്ളി കയറി. ഇതിനോടനുബന്ധിച്ച് ചെന്നിത്തലയോട് ചോദിച്ചല്ലോ, താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായെങ്കിൽ വെള്ളാപ്പള്ളിയെ കയറ്റോ? ഒരു സംശയമില്ലാതെ ചെന്നിത്തല പറഞ്ഞു, ഞാൻ കയറ്റും. ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ, നിങ്ങളുടെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാര് എന്തിനായിരുന്നു വെള്ളാപ്പള്ളിയെ പോയി സന്ദർശിച്ചത്? സമയക്കുറവുണ്ട്, എന്റെ കയ്യിലുണ്ട് വീഡിയോ, എന്റെ കയ്യിലുണ്ട് ചിത്രം. ഇല്ലാന്ന് ജമാഅത്തേരം പറയട്ടെ, അപ്പം രണ്ടുമായിട്ട് ഞാൻ ഇവിടെ വരും വീണ്ടും. നിങ്ങൾ എന്തിനാ വെള്ളാപ്പള്ളിയെ പോയി സന്ദർശിക്കുന്ന വെൽഫെയർ പാർട്ടിക്കാരൻ? അവിടെ തെണ്ണ നിറങ്ങാത്ത ഏത് പാർട്ടിയുണ്ട് ഈ നാട്ടില്? ഇല്ലേ? വെള്ളാപ്പള്ളി തെമ്മാടിത്തം പറഞ്ഞ കാലത്ത് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പത്രക്കാരനെ തീവ്രവാദി എന്ന് വിളിച്ചപ്പോ അത് തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിന് മറുപടി പറയുന്ന പണിയല്ല ഞങ്ങൾക്ക്. വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല. വെള്ളാപ്പള്ളി പറയുന്നതിന് വെള്ളാപ്പള്ളിയോട് ചോദിച്ചോളണം, അതിന് ഞങ്ങളെ തറിയാൻ വരരുത്. മനസ്സിലായി ഞങ്ങള്? എന്നിട്ട് അതും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചവരാ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുസ്ലിം ലീഗുകാരനും. ഇല്ലേ? എന്താ ഇപ്പൊ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പോറ്റിയെ കയറ്റിയത് ആരപ്പാ? നിങ്ങൾ പറയപ്പാ, നിങ്ങൾ പറ. അടൂർ പ്രകാശിന് അവിടെ പോയത് മാത്രമല്ല, ഇപ്പൊ കണ്ടില്ലേ ബാംഗ്ലൂരിൽ അടൂർ പ്രകാശ് ഈ പോറ്റിയുടെ വീട്ടിൽ പോയതും സൽക്കാരത്തിൽ പങ്കെടുത്തതും ഓരോന്നോരോന്നായി തെളിഞ്ഞു വരിക. ഇല്ലേ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണം ഒക്കെ നടത്തിയപ്പോഴും പമ്പയുള്ള വാർഡ് ജയിച്ചത് ഞങ്ങളാ. അയ്യപ്പൻ ജനിച്ച പന്തളം വർഷങ്ങളായി BJPയുടെ കയ്യിലായിരുന്ന മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സത്യത്തിന്റെ പുലിപ്പുറത്ത് കയറി അയ്യപ്പൻ വരുന്നുണ്ട്, സത്യം പുറത്തു വരും. അന്ന് നമുക്ക് പാർട്ടൊന്ന് മാറ്റി പാടണം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളായതൊക്കെ.